ഹലോ ഗൈസ്, നമ്മളിന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് ഒരു ഫാമിലി ട്രിപ്പ് പോവാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു കിടിലം യാത്രയാണ്. രാവിലെ 6 മണിക്ക് തന്നെ നമ്മളെല്ലാവരും മധുരയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ നമ്മുടെ യാത്ര നല്ല തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോവുകയാണ്. പിന്നെ മധുരയ്ക്ക് പോകണേക്ക് തേയില ഫുള്ളും കാണാൻ പറ്റുന്ന ഒരു കിടിലം വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ മധുരയിലേക്ക് പോകുന്നുള്ള തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള വ്യൂ ആണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാവിലെ 6 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂറുള്ള കിടിലം യാത്ര തന്നെയാണ് മധുരയിലേക്കുള്ള ഈ വഴി. നമ്മൾ മധുരയിലേക്ക് പോയി കഴിഞ്ഞ് മധുരാത്രം കണ്ടപ്പോഴല്ലോ ധനുഷ്കോടി, രാമേശ്വരം, അങ്ങനെ ഇതാണ് തേനി ഫുള്ളും കാണാൻ പറ്റണ ഞാൻ പറഞ്ഞ വ്യൂ പോയിൻറ്റ്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യമൊക്കെ എടുത്ത് ഒരു അരമണിക്കൂർ ഇവിടെ ചിലവഴിച്ച് ഇതിനിടയ്ക്ക് ഞാൻ ചെറിയൊരു പിക്ക് പോലത്തെ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ നന്നായിട്ട് ചമ്മിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ മധുര സിറ്റിയിലേക്ക്. ഇതാണ് മധുര സിറ്റി. ഇവിടെയാണ് മധുര മീനാക്ഷി അമ്മയുടെ ക്ഷേത്രം, മധുര ക്ഷേത്രം. 4 ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം ഇവിടെയാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ നേരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കാൻ തുടങ്ങി മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക്. നടക്കാനൊക്കെ കുറച്ച് ദൂരമുണ്ടെങ്കിലും കുറച്ച് നന്നായിട്ട് നടന്നു. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഉത്സവം അടുക്കാറായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പെയിൻ്റടി പണിയായിരുന്നു. അപ്പോഴായിരുന്നു അമ്മയ്ക്ക് മുല്ലപ്പൂ വേണമെന്നൊരു ആഗ്രഹം. പിന്നെ അതങ്ങോട്ട് സാധിച്ചു കൊടുത്തിട്ട് നേരെ നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോയി. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ക്ഷേത്രത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 4 തൂണുകളിലും പെയിൻ്റടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് ഞാൻ ആ നഗ്നമായ സത്യം തിരിച്ചെന്നത്. ക്ഷേത്രത്തിൻ്റെ അകത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യാനാ, ഫോണും ചെരുപ്പും എല്ലാം ഊരി വെച്ചിട്ട് നേരെ ക്ഷേത്രത്തിൻ്റെ അകത്ത് 1.5 മണിക്കൂർ അവിടെ പോയി. പിന്നെ ജിഗർദണ്ഡ കുടിക്കണമെന്ന് എല്ലാവരും വാശി പിടിച്ചു. പിന്നെ നേരെ ജിഗർദണ്ഡ വാങ്ങിച്ചു. നമ്മുടെ പാലട പായസത്തിൽ ഐസ്ക്രീം ഇട്ട് തന്നാൽ എങ്ങനെയിരിക്കും, ആ ടേസ്റ്റായിരുന്നു. ചിലവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് രാത്രി അവിടെ സ്റ്റേയും ചെയ്ത് നേരെ രാവിലെ തന്നെ നമ്മൾ മധുര നിന്ന് വിട്ടു. ഇതാണ് മധുര ബ്രോഡ്വേ പോലത്തെ ഒരു സ്ഥലമാണ് മധുരയെത്തിയതും. പിന്നെ രാവിലെ തന്നെ നമ്മൾ നേരെ മധുരയിൽ നിന്ന് വണ്ടി എടുത്ത് രാമേശ്വരത്തേക്ക് നമ്മൾ പോകുന്ന പാമ്പമ്പാലം വഴിയാണ്. നല്ല അത്യാവശ്യം നീളമുള്ള പാമ്പമ്പാലം തന്നെയാണ്. അപ്പുറം കാണുന്ന ഈ കടൽ, ശാന്തമായി കിടക്കുന്ന കടൽ തന്നെ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പിന്നെ ഇവിടെ കുറേ പേരിരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിരുന്നു പണ്ട് നമ്മുടെ പാമ്പമ്പാലം റെയിൽവേ തകർന്നു പോയത്. നമ്മുടെ ഭാഗത്തിന് നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ തന്നെ കറക്റ്റായിട്ടൊരു ട്രെയിൻ അതുവഴി രാമേശ്വരത്തേക്ക് പോകുന്നുണ്ട്. ഈ ട്രെയിൻ തൊട്ടടുത്ത് കാണുന്ന ആ സ്റ്റോപ്പിൽ വെച്ച് അതിന് നിർത്തും. എല്ലാവരും അത് നോക്കി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ വൈലോടി തീർത്ഥത്തിലേക്ക് പോയി. ഇവിടെ രാമൻ സീതയ്ക്കായിട്ട് അമ്പ് ചെയ്ത് കുഴിച്ച അമ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു കിണറുണ്ട്. അപ്പുറത്ത് ഉപ്പാണെങ്കിലും ഇതിൻ്റെ അകത്ത് വെള്ളം നല്ല ഉപ്പില്ലാത്ത വെള്ളമാണ്. പിന്നെ നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ സ്മരണ ചെയ്ത സ്ഥലത്തേക്ക് പോയി. ഇവിടെ ചെന്നപ്പോഴും ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്, ഇവിടെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് 2 ഫോട്ടോസ് എടുത്തു. നല്ല കിടില സ്ഥലം എന്ന് പറഞ്ഞാൽ കിടില സ്ഥലം. APJ അബ്ദുൽ കലാമിൻ്റെ എല്ലാം ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ചു പറഞ്ഞാൽ പുറത്തേക്കോടെ ഒരു ചെറിയ വീഡിയോ എടുത്തു. ഇതാണ് അതിൻ്റെ പുറത്തേക്കോട്ടുള്ള കാഴ്ചകൾ. നല്ല രസമാണ്. നല്ല അത്യാവശ്യം തിരക്കുമുണ്ട്, നല്ല ചുവയിലും ഇല്ല. പിന്നെ നമ്മൾ രാമേശ്വരത്തേക്ക് പോയി. ഇവിടെ രാമേശ്വരം എന്നാണ് ഈ പേരെങ്കിലും ശിവനെയാണ് പൂജിക്കുന്നത്. രാമേശ്വരത്തേക്ക് പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ 3 മണി കഴിയാതെ ആരും അകത്തേറ്റില്ല. പിന്നെ ഞങ്ങൾ നൈസായിട്ട് അഗ്നി തീർത്ഥത്തിലേക്ക് പോയി. അഗ്നി തീർത്ഥത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ വെള്ളമായിരുന്നു. ഞങ്ങളവിടെ പിന്നെ ഒരു 15 മിനിറ്റ് ആ വെള്ളത്തിൻ്റെ ഒക്കെ അവിടെ ഇരുന്ന് കാഴ്ച കണ്ട് കടൽ കണ്ട്. പിന്നെ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ ഇവിടുത്തെ കടലില്ലേ, തിരിയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ 5-6 തിരി ഇരിക്കുമെങ്കിലും ഇവിടെ ഒറ്റ മറിയിൽ തന്നെ തീരും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നടന്ന് രാമേശ്വരത്തെ അമ്പലത്തിലേക്ക് പോയി. ഇവിടെയാണെങ്കിൽ പെയിൻ്റടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഫോട്ടോ ഒക്കെ എടുത്തു. അകത്ത് കയറിയപ്പോൾ എൻ്റെ കണ്ണിനെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കൊത്തുപണികളും പെയിൻറ്റിങ്ങുകളും, ഒരു വിശാലമായ ഒരു സ്ഥലം പോലെ ഇങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ അകത്ത്. കൊത്തുപണികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം കൊത്തുപണി. ഇതണ്ട ഇങ്ങനെ ഒരു 400 മീറ്റർ 500 മീറ്റർ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. കിടില സ്ഥലം.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഇതൊക്കെ എടുത്ത് ഞാൻ ഒരു കിടിലൻ വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. അത് നൈസായിട്ട് പാളിപ്പോയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യം എടുത്ത എൻ്റെ എല്ലാ വീഡിയോ നല്ലതായിട്ട് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാമേശ്വരത്ത് നേരെ ധനുഷ്കോടിക്ക്, അപ്പുറം ഇപ്പുറം നല്ല ലക്ഷദ്വീപത്തെ കടൽ പോലത്തെ വെള്ളമായിരുന്നു. നല്ല കിടിലം വ്യൂ തന്നെയാണ് ധനുഷ്കോടിക്ക് പോണ ഈ വഴി. അപ്പുറം ഇപ്പുറം നല്ല നീല കളറുള്ള കടൽ. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഇതും കണ്ടായിരുന്നു, നമ്മുടെ ചുഴലിക്കാറ്റിൽ നശിച്ചു പോയ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ റെയിൽവേ സ്റ്റേഷനിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നപ്പോഴാണ് ഞാനൊരു മയിലിനെ കണ്ടത്. പിന്നെ അതിൻ്റെ പുറകെ ഒരു 15 മിനിറ്റത്തെ ഓട്ടമായിരുന്നു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. എൻ്റെ അമ്മോ, മയിലാണെങ്കിൽ നിന്നും തരൂല. അതിൻ്റെ അടുത്തെത്തുമ്പോൾ അത് ഒടുക്കത്തെ ഓട്ടം. പിന്നെ അതിൻ്റെ പുറകെ ഓടി 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 ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുത്ത് കണ്ടു. പിന്നെ മയിലിൻ്റെ പുറകിൽ നിന്ന് മാറി നമ്മൾ നേരെ ആ സൈഡിലുള്ള ഒരു വെള്ളത്തിൽ പോയി. വെള്ളം എനിക്കെപ്പോഴും ഇഷ്ടമായതുകൊണ്ട് ആ വെള്ളത്തിന് അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കണ്ട്. പിന്നെ രൂപസാദൃശ്യമുള്ള കുറച്ച് മീനായിരുന്നു. ഇപ്പോൾ നിൽക്കുന്നതാണ് പ്ലാറ്റ്ഫോം, റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. ഇത് ആ ചുഴലിക്കാറ്റിൽ അടിച്ചു പോയി. പിന്നെ ആ മയിൽ അവിടെ തന്നെ നിൽക്കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തോണ്ടേ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതാണ് ചുഴലിക്കാറ്റിൽ നശിച്ചു പോയ പള്ളി. ഈ പള്ളീൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഗോവയത്തെ പള്ളീൻ്റെ സാദൃശ്യമൊക്കെ വന്ന രീതിയിലാണ് പള്ളി ഇരിക്കുന്നത്. പിന്നെ പള്ളീൻ്റെ ചുറ്റിനും ഒരു മണിക്കൂറൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത്ര എങ്ങനെ ബാക്കിയൊന്നും എനിക്ക് പോലും മനസ്സിലാവില്ല. സൈഡിലത്തെ എല്ലാം നാശമായിപ്പോയി. അവിടെ പിന്നെ ഒരു സ്ഥലത്ത് ഫോർട്ട് കൊച്ചി ബോയ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ധനുഷ്കോടിക്കുള്ള വഴി. ആ വഴി രണ്ട് സൈഡിലും നല്ല കിടില നീല കളറിലത്തെ കടൽ. ഇപ്പം നമ്മൾ ധനുഷ്കോടി എത്തി. എൻ്റെ അമ്മോ, ഞാൻ ധനുഷ്കോടി ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ത് രസമാണെന്ന് അറിയുമോ കാണാൻ. പിന്നെ കുറച്ച് ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും ശ്രീലങ്ക കാണാൻ വേണ്ടി ഒറ്റയിരിപ്പാണ്. നമ്മുടെ സാംസങ്ങിൻ്റെ S23 ഇത് സൂം എന്നിട്ട് ശ്രീലങ്ക കാണാൻ വേണ്ടിയില്ല. പിന്നെ ഒരു കുരങ്ങൻ വെള്ളം കുടിക്കണമെന്ന് നോക്കിയിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം വീഡിയോ എടുത്തതിന് ശേഷം മനസ്സിലായത്, ഈ കുരങ്ങനും ഇതും ഒരുപോലെ ഉണ്ട്. നിങ്ങൾ കണ്ടു നോക്കിക്കേ, ഏകദേശം ഒരുപോലെ തന്നെയല്ലേ രണ്ട് കുരങ്ങന്മാരും ഇരിക്കണത്. നിങ്ങളാ കേട്ടത് വേറെ ഒന്നുമല്ല, കുറേ മീൻ ചാടണതാണ്. മീൻ ചാടണം കണ്ടോതെ ഞാൻ നൈസായിട്ട് വണ്ടിയിലിരുന്ന് ചൂണ്ടയും സാധനം എടുത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്ത്. പിന്നെയാണ് വെച്ചാൽ തീറ്റ ഇല്ലാത്ത കണ്ടോണ്ട് ഞാൻ അപ്പുറത്തെ ഇരുന്ന ചേട്ടൻ്റെ നിന്ന് തീറ്റ വാങ്ങിച്ച് നേരെ ചൂണ്ടിടാൻ വേണ്ടി കൊണ്ടുപോയി. ചൂണ്ടിടുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫസ്റ്റ് ഒരു മീൻ കയറി അടിച്ച്. അത്യാവശ്യം എല്ലാം സ്ട്രൈക്ക് തന്നെയാണ് മീൻ കഴിച്ചു. ആ കേട്ട വേറൊന്നുമല്ല, ആദ്യമായിട്ട് ഞാൻ കടലിൻ്റെ സൈഡിൽ നിന്ന് മീൻ പിടിച്ചതിൻ്റെ സന്തോഷമായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ആ മീൻ ഉരാൻ വേണ്ടി അവിടെ ഇരുന്ന ചേട്ടൻ്റെ കയ്യിൽ കൊടുത്ത്. മീൻ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ ആ പിടിച്ച ഒരു മീൻ കൊടുത്ത്. പിന്നെ ഒരു ചെറിയ മീൻ കിട്ടി, അത് ഊരിക്കഴിഞ്ഞ്. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടിരുന്ന് ഇട്ടിട്ടൊന്നും കൊത്താത്ത കണ്ടപ്പോഴേക്കും ഇതേ സൈഡിൽ മീനെ കൊണ്ടിരുന്ന് പിടയ്ക്കാൻ തുടങ്ങി. പിന്നെ അതുങ്ങളുടെ വയലേക്ക് ഇട്ട്. പക്ഷേ ഈ പിടയ്ക്കണ മീനല്ല കൊത്തണേന് മനസ്സിലാക്കി. പിന്നെ ചേച്ചി വന്ന് കുറച്ച് നേരം ഇടാമെന്ന് പറഞ്ഞ് ഇട്ട്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. കാരണം എൻ്റെ ചേച്ചി തന്നെ കുറേ പ്രാവശ്യം ചൂണ്ടെടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ അവളുടെ തട്ടിപ്പറിച്ച് ചൂണ്ടയൊക്കെ വാങ്ങിച്ച് വീണ്ടും ഇടൽ തുടങ്ങി. പിന്നെ ഇട്ടപ്പോൾ ഒരു കിടിലം മീൻ തന്നെ വീണ്ടും ഇടിച്ചു. പക്ഷേ ആ മീൻ ഒടുക്കത്തെ സ്ട്രൈക്കായിരുന്നു കഴിച്ചു വെച്ചത്. സ്ട്രൈക്ക് ചെയ്തിട്ട് പാറേൻ്റെ ഇടയിലേക്ക് കുത്തിച്ചു കഴിയണം. നൈസായിട്ട് നമ്മൾ ടങ്കീസി പിടിച്ച് കയറ്റായിരുന്നു. അതിനെയും അവർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ധനുഷ്കോടിയിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പൈനാപ്പിളൊക്കെ ചെത്തി കഴിച്ച്. മീൻ എന്ന് പറഞ്ഞാൽ മേത്ത് കുത്തുള്ള ടൈപ്പ് മീനായിരുന്നു. നമ്മുടെ മുള്ളൻ പോലത്തെ പാമ്പുള്ളൻ ടൈപ്പ് കുത്തുള്ള മീനായിരുന്നു. ബാക്കി നമുക്ക് അടുത്ത പാട്ടിൽ കാണാം.